السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ള ദീൻ എന്നാൽ ഇസ്ലാം മാത്രമാണ്. മറ്റൊരു ദീനും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വീകരിക്കപ്പെടുന്ന തൃപ്തിപ്പെടുന്ന ദീൻ എന്നത് ഇസ്ലാമാണ്. സ്വാഭാവികമായിട്ടും ഇസ്ലാമിനെ കുറിച്ച് അറിയുക, പഠിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ ബാധ്യതയാണ്. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹവുമാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിനെ അറിയാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഏതൊരു മനുഷ്യനും എത്തിച്ചേരുന്ന ഒരവസ്ഥ? ഇസ്ലാം എന്നുള്ളതിന്റെ അകത്ത് തന്നെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും ധാരാളം സംഘങ്ങളും ധാരാളം സംഘടനകളും പേരുള്ളതും പേരില്ലാത്തതുമായിട്ടുള്ള വിഭാഗങ്ങളും, അങ്ങനെ പലതരത്തിൽ ആളുകൾ തിരിഞ്ഞിരിക്കുന്നത്, ചേരികളായി തിരിഞ്ഞിരിക്കുന്നത്, ഹിസ്ബുകളായി മാറിയിട്ടുള്ളത് ഒരാൾ കാണേണ്ടി വരും. നമ്മൾ തന്നെ ഇസ്ലാമിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു വെക്കും. ഇസ്ലാമിനെ കുറിച്ച് പുറത്തുനിന്ന് നോക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരാൾ ഏതെല്ലാം വിഭാഗങ്ങൾ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ അവസ്ഥ നോക്കുക, നമ്മുടെ നാട്ടിലെ അവസ്ഥ മാത്രം നോക്കുക. അതിൽ പലതരത്തിൽ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെ കാണാം. ഒരു കൂട്ടം ആളുകൾ അവർ പറയും, ജാറത്തിൽ അല്ലെങ്കിൽ ഔലിയാക്കളെ, സാലിഹ്യങ്ങളെ, അവരോട് പ്രാർത്ഥിക്കുന്നതും അവരോട് സഹായം തേടുന്നതുമെല്ലാം ഇസ്ലാമാണ്, അതെല്ലാം ദീനാണ്. മറ്റൊരു കൂട്ടർ പറയും, ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട് ഒരു ഇസ്ലാമിക രാഷ്ട്രമാകണം, ഒരു ഇസ്ലാമിക ഭരണാധികാരി വേണം, എന്നാൽ മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ ശരിയാവുകയുള്ളൂ. മറ്റൊരു കൂട്ടർ നിസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, തൗഹീദിനേക്കാളും നിസ്കാരത്തിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, നിസ്കാരത്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കേണ്ടത്. അങ്ങനെ ഒരു വിഭാഗം. ധാരാളം വ്യത്യസ്ത വിഭാഗങ്ങൾ. പേര് പറയുകയാണെങ്കിൽ നമ്മുടെ നാടുകളിൽ സമസ്ത എന്ന പേരിൽ ഒരു വിഭാഗം കാണാം, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ, അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്ത്, അല്ലെങ്കിൽ വ്യത്യസ്ത പേരുകൾ, ത്വരീഖത്തുകൾ, ഇതിൽ തന്നെ ഉപവിഭാഗങ്ങൾ, അങ്ങനെ പലതരത്തിൽ കാണാം. ഇവിടെ എങ്ങനെയാണ് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ള ദീൻ എന്താണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദീൻ എന്താണ് എന്ന് മനസ്സിലാക്കുക? എങ്ങനെയാണ് ഒരാൾ ശരി മനസ്സിലാക്കുക? ഈ കൂട്ടർക്കെല്ലാം, ഇസ്ലാമിന്റെ പേരിൽ നിൽക്കുന്ന ആളുകൾക്കെല്ലാം പ്രമാണങ്ങളായിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത്. എന്താണ്? ഒന്ന് വിശുദ്ധ ഖുർആനാണുള്ളത്. അത് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. ഈ പറഞ്ഞ ഏത് വിഭാഗത്തിന്റെ കയ്യിലുമുള്ള ഖുർആൻ എന്താണ്? ഒന്നാണ്. അതിലെ ആയത്തുകൾ ഒന്നാണ്, അതിന്റെ ആശയം ഒന്നാണ്. രണ്ടാമതുള്ളത് ഹദീസുകളാണ്. ഹദീസുകളിൽ സഹീഹായ ഹദീസുകൾ, അതും എല്ലാ കൂട്ടർക്കും ഒന്ന് തന്നെയാണ്. ഇനി ചില ഹദീസുകൾ വിഷയത്തിൽ ചർച്ചയുണ്ടെങ്കിലും അവർക്ക് ഹദീസുകളും ഒന്ന് തന്നെയാണ്. ഇവർ എല്ലാവരും പറയുന്നത് ഖുർആനും ഹദീസുമാണ്. സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഇവരിൽ ഏതാണ് ശരി എന്ന് മനസ്സിലാക്കുക? ഇങ്ങനെ പല അഭിപ്രായം പറയുന്നവരിൽ ഏതാണ് ശരി എന്ന് മനസ്സിലാക്കുക? ചില ആളുകൾ കാണാം, ഇങ്ങനെ ഇസ്ലാമിൽ ധാരാളം സംഘങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ട് ഞാനൊന്നിനുമില്ല, ഞാനൊന്നും മനസ്സിലാക്കാനില്ല, ഞാനൊന്നും ശരി അറിയാനില്ല, എനിക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് മതി, ഒന്നും ഞാൻ പഠിക്കുന്നില്ല, അങ്ങനെ തീരുമാനം എടുക്കുന്ന ആളുകളുണ്ട്.
എന്നാൽ ഈ കൂട്ടർ തന്നെ ദുനിയാവിന്റെ ഏതെങ്കിലും വിഷയത്തിൽ അവരൊരു ഡ്രസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് വെക്കുകയാണെങ്കിൽ അവർ നന്നായി പഠിക്കും. ഇപ്പൊ ഒരു കാറ് വാങ്ങാൻ ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു വസ്തു, അവരെന്ത് ചെയ്യും? അതിൽ ഇന്നത് ഏതാണ് നല്ലത്, ഏതാണ് വിലക്കുറവ്, ഏതാണ് ഗുണമുള്ളത്, ഏതാണ് കുറെ കാലം നിൽക്കുന്നത്. ഇപ്പൊ ഒരു വീട് വെക്കുന്ന ഒരാള് വീടിന്റെ ടൈൽസ് എന്തായിരിക്കണം, പെയിന്റ് ഏത് കമ്പനിയുടെ നല്ലത്, അതിലേതാണ് ഗുണം, പലരോടും അന്വേഷിക്കും. അതിലേറ്റവും അവർക്ക് യോജിച്ച നല്ലത് ഏതാണെന്ന് നോക്കി അവർ തിരഞ്ഞെടുക്കും. എന്നാൽ അതിലൊരു ആ ഒരു പരിശ്രമത്തിന്റെ 10% പോലും ദീനിൽ ശരിയായത് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ള ഇസ്ലാം? ഏതാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ശരിയായിട്ടുള്ള ഇസ്ലാം? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശരി എന്നുള്ളത് എന്തുണ്ടാവുള്ളൂ? ഒന്നേ ഉണ്ടാവുള്ളൂ. തെറ്റ് എന്നുള്ളതാണ് ഒരുപാട് ഉണ്ടാവുക. ശരിയായിട്ടുള്ളത് ഇതിലൊന്നേ ഉണ്ടാവുള്ളൂ, തെറ്റാണ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവുക. അപ്പൊ അതിലേതാണ് ശരി? അത് എന്തടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുക? ഖുർആനും ഹദീസും എല്ലാം ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ശരി മനസ്സിലാക്കാൻ സാധിക്കുക? ഇതിന് നമുക്ക് ഈ പ്രമാണങ്ങളിൽ തന്നെ വ്യക്തമായ മാർഗനിർദ്ദേശം നമുക്ക് ഉണ്ട്. അത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതും അതിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളതുമാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഹഖ് ഏതാണെന്ന് മനസ്സിലാകാൻ സാധിക്കാത്ത വിധം, ശരി ഏതാണെന്ന് അറിയാത്ത വിധം, എന്റെ ദീൻ എന്താണ് എന്ന് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിധം നമ്മെ എന്ത് ചെയ്തിട്ടില്ല? വിട്ടേച്ചു പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ എന്താണ്? ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്ന പാത എന്നുള്ളത് അതിന്റെ പകലും രാത്രിയും ഒരുപോലെ പ്രകാശപൂരിതമാണ്, വെളിച്ചതാണ്. അതിൽ പഴച്ചു പോവുക എന്നുള്ളത് നാശം സംഭവിച്ചതിന് മാത്രമേ പഴച്ചു പോവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സുനൻ ദാരിമിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ്, ആ ഹദീസിൽ ഏറ്റവും വ്യക്തമായി എന്താണ് നമ്മൾ പിൻപറ്റേണ്ടത്, എന്താണ് ശരിയായ ദീൻ, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, സ്വല്ലലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്ർ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നിസ്കാരം ഞങ്ങളെ കൊണ്ട് നിർവഹിച്ചു, അഥവാ ഇമാമായി കൊണ്ട് ഫജ്ർ നിസ്കാരം നിർവഹിച്ചു. ثم وعظنا موعظة بليغة. പിന്നെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്കൊരു ഉപദേശം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയായിരുന്നു ഫജ്ർ നിസ്കാര ശേഷം ചിലപ്പോഴെല്ലാം ധാരാളം സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ഉപദേശം നൽകും. അല്ലെങ്കിൽ സ്വഹാബികളോട് ഇന്നലെ ആരെങ്കിലും വല്ല സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ സ്വഹാബികൾ സ്വപ്നം കണ്ടത് പറഞ്ഞാൽ ആ സ്വപ്നത്തെ വിശദീകരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടൊരു സ്വപ്നത്തെ കുറിച്ച് വിശദീകരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സംസാരം അധിക സന്ദർഭങ്ങളിലും ഉണ്ടാകാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാറുണ്ട്. അപ്പൊ ഒരു ഉപദേശം നൽകി. ذرفت منها العيون ووجلت منها القلوب. ആ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ സഹാബികൾ പറയാണ്, കേൾക്കുന്നവരുടെ കണ്ണ് നിറയുമാറ്, ഹൃദയം കൽബ് വിറകൊള്ളുമാറ് ആഴത്തിലിറങ്ങുന്ന ചിന്താർഹമായിട്ടുള്ള ഒരു ഉപദേശമായിരുന്നു അത്. വളരെയധികം വൈകാരികതയോടുകൂടി കേൾക്കുന്ന, മനസ്സിലാക്കേണ്ടി വരുന്ന, ചിന്തിക്കേണ്ടി വരുന്ന ഒരു ഉപദേശമായിരുന്നു അത്. ഫഖാല ഖായിലുൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഗൗരവത്തിലുള്ള ഒരു ഉപദേശം നൽകിയപ്പോൾ അതിൽ ഉള്ള ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്നഹാ മൗഇളതു മുവദ്ദിഇൻ. റസൂലേ, ഇത് വിട പറഞ്ഞു പോകുന്ന, യാത്ര പറഞ്ഞു പോകുന്ന ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ. അതായത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഇപ്പൊ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഗൃഹനാഥൻ പോവാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാൾ പോവാ വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാൾ മരണാസന്നനായി എന്ന് വിചാരിക്കുക. ആ സമയത്ത് കുടുംബക്കാർക്കോ അല്ലെങ്കിൽ മരണസമയത്ത് ഒപ്പമുള്ള ആളുകൾക്കോ ഒരു വസിയത്തോ ഉപദേശം കൊടുക്കുമ്പോൾ എത്രത്തോളം ആഴത്തിലുള്ള ഉപദേശങ്ങളായിരിക്കും അത്. അപ്പോൾ ഒരു സഹാബി പറഞ്ഞു, റസൂലേ, നിങ്ങൾ ഇനി ഒരിക്കലും വരാത്ത രീതിയിൽ ഒരു യാത്ര പറഞ്ഞു പോകുന്നവന്റെ ഉപദേശം പോലെയാണല്ലോ ഇത് തോന്നുന്നത്. ഫൗസിന, ഞങ്ങളെ ശരിക്കൊന്ന് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വസിയത്ത് ചെയ്യണം എന്ന് പറഞ്ഞു.
ഒരു ഉപദേശം നൽകിയപ്പോൾ അത് വളരെയധികം ഹൃദയത്തിൽ കൊണ്ടപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ഉപദേശം നൽകണമെന്ന് പറഞ്ഞു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിത്തഖ്വല്ലാഹ്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കാകമാനം വസിയത്ത് ചെയ്തിട്ടുള്ള, ആദ്യക്കാർക്കും അവസാനക്കാർക്കും അള്ളാഹുവിന്റെ വസിയത്തായിട്ട് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വസിയത്ത് എന്താണ്? തഖ്വയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അതായത് അൽ അമലു ബിതാഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുക. അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അഥവാ അള്ളാഹു പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. റജാഅ സവാബില്ലാഹ്, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച്. തർക്ക് മആസി അല്ലാഹ്, തർക്ക് മആസി അല്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് ഒഴിവാക്കുക, പാപങ്ങൾ ഒഴിവാക്കുക. അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹു പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ. ഖൈഫത അദാബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട്. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ തഖ്വയുള്ളവരാവുക, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് ഒഴിവാക്കുക. വസ്സംഇ വത്വാഅതി വഇൻ കാന അബ്ദൻ ഹബശിയൻ, നിങ്ങളുടെ ഭരണാധികാരിയായിട്ട് വരുന്നത് ഹബശി, നീഗ്രോക്കാരനായിട്ടുള്ള ഒരു അടിമയാണെങ്കിലും ആ അടിമയ്ക്ക് കേൾവിയും അനുസരണവും ഉണ്ടാവണം. ആ ഭരണാധികാരി നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കാൻ അല്ലാത്തോടത്തോളം കാലം ആ ഭരണാധികാരി എത്ര താഴ്ന്ന ദർജയിലുള്ളവരാണെങ്കിലും അക്രമിയാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ആ ഭരണാധികാരിയുടെ കൽപ്പനകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, തീർച്ചയായിട്ടും എനിക്ക് ശേഷം നിങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്താവശ്യമില്ല? അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു സംശയങ്ങളോ ഇല്ല. ദീനിന്റെ എന്ത് കാര്യവും ആരിലേക്ക് മടക്കിയാൽ മതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മടക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് ചോദിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയി പഠിച്ചാൽ മതി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് ശേഷം നിങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഫസയറ ഇഖ്തിലാഫൻ കസീറ, തീർച്ചയായിട്ടും ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ദീനിന്റെ വിഷയത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി, അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ് ചെയ്യേണ്ടത്? ഫഅലൈക്കും ബിസുന്നതി, നിങ്ങളതാ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, അതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പറഞ്ഞു, നേർമാർഗം സിദ്ധിച്ചിട്ടുള്ള എനിക്ക് ശേഷം വരുന്ന ഖലീഫമാരുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമരായിട്ടുള്ള സ്വഹാബികളുടെ മാർഗവും നിങ്ങൾ മുറുകെ പിടിക്കുക. അദ്ദു അലൈഹാ ബിന്നവാജിദ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് അതിനെ കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ പല്ലുകളിൽ എന്തെങ്കിലും ഒരു പല്ലുകൊണ്ട് നമ്മൾ കടിച്ചു പിടിക്കണമെങ്കിൽ അതിൽ ഏറ്റവും ബലം കിട്ടുക എവിടെ കടിച്ചാലാ? അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചാലാണ്. അപ്പൊ ആ അണപ്പല്ല് കൊണ്ട് ഒരിക്കലും പിടിവിടാത്ത രീതിയിൽ ബലവത്തായിക്കൊണ്ട് നിങ്ങൾ ആ മാർഗത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെയും കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഇയ്യാകും വൽ മുഹ്ദസാത്ത്, നിങ്ങൾ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുക. ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ശ്രേഷ്ഠരായിട്ടുള്ള ഉത്തമരായിട്ടുള്ള സഹാബികൾക്കോ പരിചയമില്ലാത്ത വിശ്വാസം, കർമ്മം, സംസ്കാരം നിങ്ങൾ സൂക്ഷിക്കുക. അത് നിങ്ങൾ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത, സഹാബികൾക്ക് പരിചയമില്ലാത്ത ഒരു വിശ്വാസം ആരെങ്കിലും ഇസ്ലാമിന്റെ പേരിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഒരു കർമ്മം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഇസ്ലാമിന് പരിചയമില്ലാത്തൊരു സംസ്കാരം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അത്തുൻ, തീർച്ചയായിട്ടും പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ബിദ്അത്തുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട പാഠം? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നമ്മോട് പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് തോന്നിയതുപോലെ എടുത്തോ, നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്തോ, ആരെങ്കിലും ആളുകളുടെ ഒപ്പം കൂടിക്കോ. അങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ല. പിന്നെന്താ പറഞ്ഞത്? നിങ്ങൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ, എന്റെയും എനിക്ക് ശേഷമുള്ള ഖലീഫമാരായിട്ടുള്ള സ്വഹാബികൾ, ശ്രേഷ്ഠരായിട്ട് സ്വഹാബികൾ, അവരുടെ മാർഗത്തെയും പിൻപറ്റുക. അപ്പൊ എളുപ്പമാണ്, കാര്യം വളരെ എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെയും സ്വഹാബികളുടെ ആ പാതയെയും തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ദീൻ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയഅതിയന്ന അലാ ഉമ്മതി മാ അതാ അലാ ബനി ഇസ്രായീൽ ഹദ്വൻ നഅൽ ബിൻ നഅൽ, എന്റെ ഉമ്മത്തിന് തീർച്ചയായും വന്നു ചേരുന്നതാണ് എന്താണോ ബനൂ ഇസ്രായേലുകൾക്ക് വന്നു ചേർന്നത്, അത് ഓരോ കാലടി പോലെ പിൻപറ്റിക്കൊണ്ട് അതുപോലത്തെ അവസ്ഥകൾ ഈ ഉമ്മത്തിലും വരുന്നതാണ്. ഹത്ത, എത്രത്തോളം, ഇൻ കാന മിൻഹും മൻ അതാ ഉമ്മഹു അലാനിയതൻ ലകാന ഫീ ഉമ്മതി മൻ യസ്നഉ ദാലിക്, ബനൂ ഇസ്രായേലുകൾ അവരവരുടെ സ്വന്തം മാതാവിന്റെ അടുക്കൽ പരസ്യമായി വ്യഭിചരിക്കാൻ എത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മത്തിലും അതുപോലെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. കാരണം അത്ര മോശമായിട്ടുള്ള അവസ്ഥയിൽ അവരൊരു കാര്യത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എത്തുന്ന ആളുകൾ ഈ ഉമ്മത്തിലും ഉണ്ടാകും. അത്രത്തോളം അവരെ പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, وَإِنَّ بَنِي إِسْرَائِيلَ تَفَرَّقَتْ عَلَى 72 മിൽ, വിഭാഗങ്ങളും കക്ഷികളുമായിട്ട് വേർതിരിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ, ആശയങ്ങളിൽ 72 വിഭാഗമായിട്ട് വേർതിരിഞ്ഞിട്ടുണ്ട്. وَتَفْتَرِقُ أُمَّتِي عَلَى 73 കക്ഷികളായിട്ട്, പാതകളിലായിട്ട് അവർ 73 കക്ഷികളായിട്ട് വേർതിരിയുന്നതാണ്. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദതൻ, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലെല്ലാവരും നരകത്തിലേക്കുള്ള പാതയിലാണ്, നരകപ്രവേശനത്തിന് കാരണമാകുന്ന പാതയിലാണ് അതിലെല്ലാവരും പറഞ്ഞു. 70 ഭാഗം ഇല്ലാ മില്ലതൻ വാഹിദതൻ, ഒരു കൂട്ടരൊഴികെ. ഖാലു, അപ്പോൾ സഹാബികൾ ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ആരാണ് ഒരു കൂട്ടർ? നമ്മൾ ചിന്തിക്കണം, ഇത്ര വിഭാഗങ്ങളായി എന്ന് പറഞ്ഞപ്പോ സ്വഹാബികൾ എന്ത് ചോദിച്ചിട്ടില്ല? ആരൊക്കെയാണ് ആ പിഴച്ചു പോകുന്ന 72 വിഭാഗങ്ങൾ, അതാരൊക്കെയാണ് എന്നല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? ആരാണ് ആ രക്ഷപ്പെടുന്ന, നേരായ മാർഗത്തിലെത്തുന്ന, സ്വർഗത്തിന്റെ പാതയിലെത്തുന്ന, നരകാവകാശികളെ കൂട്ടത്തിന് രക്ഷപ്പെടുന്ന, വിജയിക്കുന്ന ആളുകൾ അവരാരാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അന അലൈഹി വഅസ്ഹാബി, ഇമാം തിർമിദി, അതുപോലെ തുബറാനി, അതുപോലെ ഹാക്കിം എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള, അൽബാനി റഹിമഹുല്ലാഹ് സഹീഹ് തിർമിദിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഹസനായിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാൻ ഏതൊന്നിലാണോ അതുപോലെ എന്റെ സ്വഹാബികൾ ഏതൊന്നിലാണോ ആ കൂട്ടനാണ് ആ രക്ഷപ്പെടുന്ന വിഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ദീന് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ, ഈ ദീന് കൊണ്ട് സ്വർഗം ലഭിക്കണമെങ്കിൽ, ആ മാർഗത്തിലാകണമെങ്കിൽ നമുക്കുള്ള പാത എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞുവോ, അഥവാ ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിശദീകരിച്ചുവോ, ആ വിശദീകരണത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട, ഖുർആൻ കേട്ട, ഖുർആനിന്റെ ആയത്തുകൾ അവതരിക്കപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് പഠിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട, ഈമാനോടുകൂടി മരണപ്പെട്ട സ്വഹാബികൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അവർ എവിടെ നിന്നുവോ അവിടെ നിൽക്കുക, അവർ ഏതൊരു അഭിപ്രായത്തിൽ നിന്നുവോ അവിടെ നിൽക്കുക. അതാണ് ശരിയായ ദീൻ, അത് മാത്രമാണ് ശരിയായ ദീൻ. നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ്, ഇപ്പൊ കുട്ടികളൊക്കെ അറിയാം, ഒരു ക്ലാസ് റൂം വ്യത്യസ്ത വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുണ്ട്.
മാത്സ് പഠിപ്പിക്കുന്നവരുണ്ട്, അറബി പഠിപ്പിക്കുന്നവരുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോ കുറച്ചു കുട്ടികൾ, ഒരു ക്ലാസ്സിൽ കുറച്ചു കുട്ടികൾ മാത്രം ഇരിക്കുന്ന സന്ദർഭത്തിൽ കണക്കിന്റെ അധ്യാപകൻ വന്നിട്ട് 1 എന്നെഴുതി. അപ്പൊ കണക്കിന്റെ അധ്യാപകൻ 1 എഴുതുമ്പോൾ കൂട്ടാനും കുറക്കാനും അതുപോലെ ഗണിതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ 1 എന്ന് എഴുതിയിട്ടുള്ളത്. കുറച്ചു കുട്ടികളുള്ള ക്ലാസ്സിൽ. പക്ഷെ ആ 1 എഴുതിയിട്ട് അപ്പൊ തന്നെ കണക്കിന്റെ അധ്യാപകൻ പോയി, ക്ലാസ്സിൽ നിന്ന് പോയി. അപ്പൊ വേറെ ക്ലാസ്സിൽ ഇല്ലാതിരുന്ന അധ്യാപകൻ വന്ന് 1 എന്ന് എഴുതിയ സമയത്ത് ക്ലാസ്സിൽ ഇല്ലാതിരുന്ന കുട്ടികൾ ക്ലാസ്സിലേക്ക് വന്നു. ആ വന്ന കുട്ടികളിൽ കുറച്ച് കുട്ടികൾ പറഞ്ഞു, ഇത് അറബി അധ്യാപകൻ അലിഫ് ഇട്ടതാണെന്ന് പറഞ്ഞു, അലിഫ് എഴുതിയതാണെന്ന് പറഞ്ഞു. വേറൊരു കൂട്ടർ കുട്ടികൾ പറഞ്ഞു, അല്ല, ഇത് ഇംഗ്ലീഷ് അധ്യാപകൻ ക്യാപിറ്റൽ ലെറ്റർ ഐ ഇട്ടതാണ് എന്ന് പറഞ്ഞു. അതിൽ തന്നെ വേറൊരു അഭിപ്രായ വ്യത്യാസം, സ്മോൾ ലെറ്റർ എൽ ഇട്ടതാണെന്ന് പറഞ്ഞു. ഒരു വിലയാണുള്ളത്. അപ്പൊ അത് പറഞ്ഞു. അങ്ങനെ വേറെയും ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നു. സത്യത്തിൽ ആ വരയുടെ അർത്ഥം എന്താണ്? ആ വര കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ആർക്കറിയാം? ഏതാണ് ശരിയായിട്ടുള്ളത്? ആ വര വരക്കുമ്പോൾ ആരാണ് ആ വര വരച്ചത്, എന്തുദ്ദേശത്തിലാണ് ആ വര വരച്ചത് എന്ന് നേരിട്ട് മനസ്സിലാക്കിയ ആ കുട്ടികൾക്ക്, കണ്ട കുട്ടികൾക്കാണ് അറിയാം. ആ കുട്ടികൾക്ക് അറിയാതുകൊണ്ട് ഈ വര കൊണ്ട് എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് 1 എന്ന് മാത്സ് ടീച്ചർ ഇട്ടതാണ്, 1 ആണ് അതിന്റെ ഉദ്ദേശം എന്നറിയാം. എന്നാൽ കാണുമ്പോൾ എന്താണ്? ഒരേപോലെയാണ്. കാണുമ്പോൾ ഈ 3 കൂട്ടർക്കും 1ഉം Lഉം Iയും ഒക്കെ ഒരേപോലെയാണ്. ഇതൊരു ചിന്തിക്കാൻ, മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ഇതുപോലെയാണ് ചില ആയത്തുകളെയും ഹദീസുകളെയും പറയുമ്പോൾ, ആളുകൾ പറയുമ്പോൾ അതിന്റെ ആശയമൊക്കെ ഇത് നല്ല ആശയമാണല്ലോ, ഇതായിരുന്നു ശരി. വേറെ ആളുകൾ ഹദീസിനെ ഇതിന്റെ അർത്ഥത്തിൽ പറയുമ്പോൾ ഇതായിരുന്നു ഇതിന്റെ അർത്ഥം, വേറെ ആളുകളുടെ അർത്ഥത്തിൽ പറയുമ്പോൾ ഇതായിരിക്കും ഇതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ആ ആയത്തിന്റെയും ഹദീസിന്റെയും ആശയം അറിയുന്നവരാരാണ്? അത് നേരിട്ട് കണ്ട, നേരിട്ട് കേട്ട, നേരിട്ട് പഠിച്ച സ്വഹാബികളാണ്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് ആയത്തുകളെയും ഹദീസുകളെയും മനസ്സിലാക്കേണ്ടി വരുമ്പോൾ, അതിനെ മനസ്സിലാക്കുമ്പോൾ സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം എന്ന് നാം പറയുന്നത്. ഈ ഒരു മാർഗത്തിന്, ഈ ഒരു രീതിക്ക്, ഇതിനാണ് മൻഹജുസ് സലഫ് അല്ലെങ്കിൽ അൽ മൻഹജുസ് സലഫി എന്ന് പറയുന്നത്. സലഫുകളുടെ പാത, മുൻഗാമികളുടെ പാത, അല്ലെങ്കിൽ സലഫി മൻഹജ് എന്ന് പറയുന്നത്. സലഫ് എന്നുള്ള അറബി വാക്കിന്റെ അർത്ഥം കഴിഞ്ഞു പോയവർ, മുൻഗാമികൾ എന്നർത്ഥം. മൻഹജ് എന്നുള്ളത് അവർ പോയിട്ടുള്ള മാർഗം, പാത, മദ്ഹബ്, നഹ്ജ്, പാത, വഴി. അവർ ഏതൊരു രീതിയിലാണോ പോയത്, അവരുടെ ആ മെത്തഡോളജി, അതിനാണ് മൻഹജ് എന്ന് പറയുന്നത്, രീതിശാസ്ത്രം. അപ്പോ സലഫുകൾ, മുൻഗാമികൾ ഉദ്ദേശിക്കുന്നത് സഹാബികളും അതുപോലെ തന്നെ ആ സഹാബികളിൽ നിന്ന് ദീന് പഠിച്ച താബിഈങ്ങളും അവരിൽ നിന്ന് ദീന് പഠിച്ച തബഅത്താബിഈങ്ങളും ഈ കൂട്ടം. ഇവർ ഏതൊരു മാർഗത്തിലാണോ പോയത്, ഏതൊരു വിശ്വാസത്തിലാണോ പോയത്, ഏതൊരു കർമ്മങ്ങളാണോ ചെയ്തത്, ഏതൊരു സംസ്കാരമാണോ അവർ കൊണ്ടു നടന്നത്, ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് നമ്മൾ ഒരു സലഫിയാകുന്നത്. വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലും ഈമാൻ പോലെയാണ്. സലഫിയത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൻഹജ് സലഫി എന്ന് പറയുന്നത് കൽ ഈമാൻ, ഈമാൻ പോലെയാണ്. അവർ ഓരോ മേഖലയിലും, അവർ നിസ്കാരത്തിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ, സൂക്ഷ്മതയിൽ, മാതാപിതാക്കളുടെ കടമയിൽ, അയൽവാസികളോടുള്ള ബന്ധത്തിൽ, മുസ്ലിമുകളോടുള്ള പൊതുനസീഹത്തിൽ, റസൂലിനെ പിൻപറ്റുന്ന നേരത്ത്, അങ്ങനെ ദീനിന്റെ എല്ലാ മേഖലയിലും അവർ നമുക്ക് മാതൃകകളാണ്. ഇത് പഠിച്ച് നമ്മൾ നമ്മുടെ ഈമാനിനെയും നമ്മുടെ കർമ്മത്തെയും എപ്പോഴും താരതമ്യം ചെയ്യാൻ, ഈ മുൻഗാമികളെ മുൻനിർത്തി താരതമ്യം ചെയ്ത് അതിനോട് എത്രത്തോളം യോജിച്ചു വരുന്നുവോ, എത്രത്തോളം അവരോട് സാദൃശ്യപ്പെടാൻ നമുക്ക് സാധിക്കുന്നുവോ, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിം ആകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിട്ടേച്ചു പോയിട്ടുള്ള ദീനിന്റെ ആളുകളാവുന്നത് ആ പരിശ്രമത്തിലായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ പരിശ്രമത്തിൽ ഒരുങ്ങിയിട്ടുള്ള, അതിനുവേണ്ടി പണിയെടുക്കുന്ന, പഠിക്കുന്ന, പ്രാവർത്തികമാക്കുന്ന, അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന, അതിൽ തുടരുന്ന ആളുകൾക്കാണ് നമ്മൾ സലഫി എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയിൽ ചേർന്നത് കൊണ്ടോ, അല്ലെങ്കിൽ പേരില്ലാത്തൊരു സംഘത്തിനോടൊപ്പം ചേർന്നത് കൊണ്ടോ, അല്ലെങ്കിൽ സ്വയം സലഫി എന്ന് പറഞ്ഞത് കൊണ്ടോ ഒരാൾ എന്താകുന്നില്ല, സലഫി ആകുന്നില്ല.
ഈ ഒരു അടിസ്ഥാനത്തിൽ നിലകൊള്ളണം. അപ്പൊ ഈ മൻഹജ് സലഫുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, എന്താണ് മൻഹജ് സലഫിന് ഇത്രയധികം പ്രത്യേകത വരാനുള്ള തെളിവുകൾ എന്താണ്, എന്താണ് മൻഹജ് സലഫിന്റെ പ്രത്യേകതകൾ എന്താണ്, എന്താണ് മൻഹജ് സലഫിന്റെ അടിസ്ഥാനങ്ങൾ എന്താണ്, ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ പഠിച്ച് പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ സലഫിയത്ത് ഉൾക്കൊണ്ട അത് പ്രാവർത്തികമാക്കുന്ന ആളുകളായി മാറുന്നത്. ഇതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്വഹാബികളെ പിൻപറ്റണം അല്ലെങ്കിൽ സ്വഹാബികളുടെ മാർഗത്തെ പിന്തുടരണം എന്നുള്ളതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, പ്രത്യേകതകൾ, എന്തുകൊണ്ട് ഞാൻ ഈ മൻഹജ് സലഫ് പഠിക്കണം, എന്തുകൊണ്ട് ഞാനൊരു സലഫി ആകണം എന്നതിനെ അറിയിക്കുന്ന ചില തെളിവുകൾ. ഒന്ന്, ഖുർആനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. എന്തുകൊണ്ട് ഞാൻ സ്വഹാബികളുടെ പാത പിൻപറ്റണം എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല മറുപടിയാണ്. ആരെങ്കിലും ചോദിക്കാൻ, ഈ എന്തിനാ ഈ മൻഹജ് സലഫ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാ ഈ മൻഹജ് സലഫായിട്ട് ജീവിക്കുന്നത്, സലഫിയായി ജീവിക്കുന്നത്, കുറച്ച് ആളുകളല്ലേ അതിലുള്ളൂ, ധാരാളം ആളുകൾ വേറെ വിശ്വാസത്തിലും അഭിപ്രായത്തിലും ഒക്കെ ആണല്ലോ, എന്തിനാണ് നിങ്ങൾ ഈ ഒരു കാര്യം പിൻപറ്റുന്നത് എന്നുള്ള ഈ ആയത്ത് തന്നെ ധാരാളം മറുപടിയായി ഈ ആയത്ത് തന്നെ മതിയാവുന്നതാണ്. ഇതിൽ അല്ലാഹു തആല പറയാണ്, والسابقون الأولون من المهاجرين والأنصار, അൻസാരികളിലും മുഹാജിറുകളിലും മുൻകടന്നിട്ടുള്ള ആളുകൾ. സ്വഹാബികൾ രണ്ട് വിഭാഗക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന് മുഹാജിറുകൾ, രണ്ട് അൻസാരികൾ. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ ജീവിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാല പ്രബോധനങ്ങളിൽ ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് ഹിജറക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തന്റെ നാടും വീടും കച്ചവടവും സമ്പത്തും എല്ലാം വിട്ടുകൊണ്ട് ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ആ നാട് വിട്ടു പോന്ന ആളുകളാണ് മുഹാജിറുകൾ. അവർ അവസാനത്തെ ഹിജറയിൽ മദീനയിലാണ് അവർ എത്തിയത്. അൻസാരികൾ എന്ന് പറഞ്ഞാൽ ഈ വന്ന മുഹാജിറുകൾക്ക്, ഹിജറ ചെയ്ത് വന്ന മദീനയിലെത്തിയ മുഹാജിറുകൾക്ക് സ്വന്തം സമ്പത്തും അതുപോലെ തന്നെ കച്ചവടവും തോട്ടവുമെല്ലാം ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന് വേണ്ടി അത് നൽകിയ, കയ്യഴഞ്ഞ് സഹായിച്ച ആളുകളാണ് അൻസാരികൾ എന്ന് പറയുന്നത്. ഈ രണ്ടു കൂട്ടരാണ് സ്വഹാബികൾ. അപ്പൊ ഈ സഹാബികൾ അവർ മുൻകടന്നവരാണ്, നന്മയിലേക്ക് മുൻകടന്നവരാണ്, വളരെയധികം സ്ഥാനമുള്ളവരാണ്. എന്നിട്ട് പറഞ്ഞു അവർ മുന്നിട്ടവരാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, ആരാണോ ഈ മുഹാജിറുകളെയും അൻസാരികളെയും അഥവാ സ്വഹാബികളെ തബഊഹും ബിഇഹ്സാനിൻ, ഏറ്റവും നല്ല രീതിയിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക് ബിഇഹ്സാൻ എന്ന് പറഞ്ഞത് ഒരു കാര്യം അതിന്റെ ഏറ്റവും പരിപൂർണ പെർഫെക്റ്റോടുകൂടി, പെർഫെക്ഷൻ, അതിനാണ് ഇഹ്സാൻ എന്നുള്ള വാക്കിന്റെ ഒരു അർത്ഥം. ആ ഏറ്റവും ശരിയായ രീതിയിൽ ആ സ്വഹാബികളെ പിൻപറ്റുന്നവരാരാണോ, പിൻപറ്റുന്നവരും ആ രണ്ടു കൂട്ടരെയും പറഞ്ഞിട്ട് പറയാണ്, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവരെ പറ്റി അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവരെ പറ്റി അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചവരാണ് അവർ, സഹാബികളും അസഹാബികളുടെ പാതയെ പിൻപറ്റിയവരും. അതുപോലെ തന്നെ അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടവരാണ്. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, അവർക്കാണ് അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ളത് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം, അവർക്കുള്ളതാണത്, തോട്ടങ്ങൾ. ഖാലിദീന ഫീഹ, അവരവിടെ ശാശ്വതരായിരിക്കും, അവർക്ക് മരണമില്ല. എന്നിട്ട് പറഞ്ഞു ഖാലിദീന ഫീഹ അബദ ദാലികൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം. നോക്കിയോ എത്ര വ്യക്തമാണ് ഈ ആയത്തിൽ, എത്ര വ്യക്തമാണ്. നമ്മൾ ആരെയാണ് പിൻപറ്റേണ്ടത്? അപ്പോ സഹാബികളെയാണ്. അല്ലാഹു തആല എടുത്തു പറയാണ്, സഹാബികൾ രണ്ടു കൂട്ടരായിട്ടുള്ള മുഹാജിറുകളും അൻസാറുകളും അവരെ ഏറ്റവും നല്ല രീതിയിൽ പിൻപറ്റുന്നവരാരാണോ അവർക്കാണ് അള്ളാഹുവിന്റെ തൃപ്തി, അവർക്കാണ് സ്വർഗം. പിന്നെ വേറൊരു മാർഗം നോക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ആരുടെയെങ്കിലും അഭിപ്രായം നോക്കേണ്ട ആവശ്യമുണ്ടോ? അവരെങ്ങനെയാണോ ഖുർആനെ മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണോ ഹദീസിനെ മനസ്സിലാക്കിയത്, അതിൽ നിൽക്കുക എന്നല്ലാതെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും.
ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവരേതൊരു നിലപാടിലാണോ നിന്നത് അതിൽ നിൽക്കുക എന്നല്ലാതെ നമ്മുടെ ഹവക്കനുസരിച്ച് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഹവക്കനുസരിച്ച് ഒരായത്തിനെ അയാൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുമ്പോ, ഒരു ഹദീസിനെ അയാൾക്ക് മനസ്സിലായതുപോലെ വിശദീകരിക്കുമ്പോ നമ്മളത് കേൾക്കേണ്ട ആവശ്യമില്ല, നമ്മളത് ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല, നമ്മൾ അതിനെപ്പറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ആ വിഷയത്തിൽ സഹാബികൾ എടുത്തിട്ടുള്ള നിലപാട് എന്ന് മാത്രമാണ് ചോദിക്കേണ്ടത്. ഈ ആയത്ത് ഏറ്റവും നല്ല മറുപടിയും ഏറ്റവും നല്ല ഉത്തരവുമാണ്. മറ്റൊരായത്ത് എന്തുകൊണ്ട് നമ്മൾ സലഫി മൻഹജ് പിൻപറ്റണം? സൂറത്ത് ആൽ ഇമ്രാനിലെ 110-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക് കാണാം, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഏറ്റവും ഖൈറായിട്ടുള്ള ഉമ്മത്താണ്, സമൂഹമാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. ഇത് പൊതുവായി പറഞ്ഞിട്ടുള്ള ഒരായത്താണ്. പക്ഷേ ഈ ആയത്ത് ഇറങ്ങുമ്പോൾ അത് ആരോടാണ് മുഖാത്തബത്ത്? ആരോടാണെന്ന് പറയുന്നത്? സംശയമില്ല, സഹാബികളോടാണ്. ഈ ആയത്ത് ഇറങ്ങുന്നത് ആരോടാണ്? സഹാബികളോടാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹങ്ങളിൽ ഏറ്റവും ഉത്തമരായിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, അല്ലാഹു വിശ്വസിക്കുന്ന ഉത്തമമായ സമൂഹമാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തെ അല്ലാതെ വേറെ ആരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്? ഇതേ ആശയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖൈറുൻ നാസി ഖർനി. ഏറ്റവും ഖൈറായിട്ടുള്ള ഉത്തമരായിട്ടുള്ള സമൂഹം, ആളുകൾ എന്റെ സമൂഹമാണ്, അഥവാ സഹാബികളാണ്. തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും. പിന്നെ അതിന് ശേഷം വരുന്ന ആളുകൾ, പിന്നെ അതിന് ശേഷം വരുന്ന ആളുകൾ. ആദ്യത്തെ 3 സമൂഹങ്ങളാണ് സഹാബികൾ, അവരിൽ നിന്ന് ദീന് പഠിച്ച ശിഷ്യന്മാർ, അവരിൽ നിന്ന് ദീന് പഠിച്ച ശിഷ്യന്മാർ. അവരാണ് ഏറ്റവും ഖൈറായിട്ടുള്ള ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അതിനുശേഷം വന്ന ആളുകൾ പലതരത്തിൽ അവരുടെ വാക്കുകൾ പാലിക്കാത്ത, സാക്ഷ്യം വഹിക്കുന്ന, പിഴച്ചു പോകുന്ന ആളുകളായി മാറുന്നതായി കാണാം. അപ്പൊ സ്വഹാബികൾ എന്നുള്ളത് അവരെയാണ് പിൻപറ്റേണ്ടതെന്നുള്ള ഒരു സംശയമല്ല. ഇത് മനസ്സിലാക്കിയ, ഹക്ക് അന്വേഷിക്കുന്ന, സത്യം അന്വേഷിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ നമ്മൾ വിചാരിക്കുക, ഈ ശബ്ദം കേൾക്കുന്ന ഏതൊരാളോടും കൂടിയിട്ടാണ്. നിങ്ങൾ യഥാർത്ഥ ദീൻ അന്വേഷിക്കുന്ന ആളാണെങ്കിൽ എന്താ ചിന്തിക്കേണ്ടതുള്ളൂ? ഒരു കാര്യം വന്നു, ഒരു സംശയം വന്നു, 2-3-4 അഭിപ്രായങ്ങൾ കേട്ടു. എന്ത് നോക്കുക? സ്വഹാബികൾ ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോ പല ആളുകൾ ഇപ്പോ അള്ളാഹു അല്ലാത്ത ജാറങ്ങളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്ന് വിചാരിക്കാം. അവർ പറയുന്നു അത് ഇസ്തിഗാസയാണ്, അത് അനുവദിക്കപ്പെട്ടതാണ്, അത് ദീനിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത് ശരിയായതാണെന്ന് പറയുമ്പോ ഒന്ന് പരിശോധിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ മാതൃക കാണിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞു പോയ ഏതെങ്കിലും നബിയുടെ ഖബറിൽ പോയിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുക്കൽ പോയിട്ട് പ്രാർത്ഥിച്ചതോ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? ഇനി ആ വിഷയം കഴിഞ്ഞാൽ അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രേഷ്ഠരായ സ്വഹാബികൾ, അതിലേറ്റവും ഉന്നതനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അതിനുശേഷമുള്ള ഓരോ ശ്രേഷ്ഠരായിട്ടുള്ള സ്വഹാബികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ? അത് ദീനല്ല. അതിനവർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് ദീനല്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ ഓരോ കാര്യങ്ങളും. ഇപ്പൊ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ ചില ആളുകൾ അള്ളാഹു തആല എവിടെയാണ്, അള്ളാഹു തആല എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് പറയുന്ന ആളുകളെ കാണാം. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് പറ്റി വേറെ പല വാദങ്ങൾ പറയുന്ന ആളുകൾ കാണാം. അപ്പൊ എന്താണ് സ്വഹാബികൾ ആ വിഷയത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്? എന്താണ് ഖുർആനിലും ഹദീസിലും വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്? അല്ലാഹു തആല അർശിന് മുകളിൽ ഇസ്തിവാ ചെയ്തവനാണെന്ന് ഖുർആനിൽ ആയത്തുണ്ട്. ഒരു സഹാബി പോലും ചോദിച്ചിട്ടില്ല എങ്ങനെയാണത്, അത് ഏത് രൂപത്തിലാണ് എന്നൊരു സഹാബി ചോദിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് ചോദിക്കാതെ വിശ്വസിക്കണം എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം സഹാബികൾക്ക് എങ്ങനെയാണോ അറബി ഭാഷയിൽ മനസ്സിലായത് അങ്ങനെ അള്ളാഹുവിന്റെ യദ്, അള്ളാഹുവിന്റെ കരം എന്ന് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ സഹാബികൾ മനസ്സിലാക്കിയത്, ഒരു സഹാബി ചോദിച്ചിട്ടില്ല അള്ളാഹുന്റെ റസൂലിനോട് എങ്ങനെയാണ്, അതിന്റെ രൂപം എങ്ങനെയാണ്, ഒരു കോലം എങ്ങനെയാണ്, ഇല്ല. അപ്പൊ വിശ്വാസമാവട്ടെ, കർമ്മമാവട്ടെ, സംസ്കാരമാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ പിൻപറ്റുക എന്നുള്ളതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അവർ ശ്രേഷ്ഠരാണ് എന്നുള്ളതിന് മറ്റൊരു അസർ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നല്ലാഹ നദറ ഇലാ ഖുലൂബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ
കൽബിലേക്ക് നോക്കി, ഹൃദയങ്ങളിലേക്ക് നോക്കി. അഥവാ അർവാഹുകളെ സൃഷ്ടിച്ച സമയത്ത് റൂഹുകളെ ഈ ഭൂമിക്കകത്ത് ജനിച്ചു മരിക്കുന്ന ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള എല്ലാവരുടെയും റൂഹിനെ അള്ളാഹു ഒരുമിച്ചാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആ റൂഹുകളെ എല്ലാം ഏറ്റവും അവരുടെ കൽബിലേക്ക് നോക്കി. فوجد قلب محمد صلى الله عليه وسلم خير قلوب العباد فاصطفاه لنفسه. അങ്ങനെ അതിൽ നോക്കിയപ്പോൾ ഏറ്റവും നല്ല കൽബുള്ള ആളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ റസൂലായിട്ട് ഖാതമുൻ നബിയായിട്ട് പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തു. ഫബ്തഅസഹു ബിരിസാലതിഹി, പ്രത്യേകമായിട്ടുള്ള റിസാലത്ത് നൽകി. ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم. ബാക്കിയുള്ള നബിമാരല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ബാക്കിയുള്ള ആളുകളിൽ അവരുടെ കൽബുകളിലേക്ക് അല്ലാഹു നോക്കി. فوجد قلوب أصحابه خير قلوب العباد فجعلهم وزراء نبيه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കുകയും അതിൽ ഏറ്റവും നല്ല കൽബുള്ള ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുള്ള ആളുകളായിട്ട് സഹാബികളായിട്ട് തെരഞ്ഞെടുത്തു. യുഖാതിലൂന അലാ ദീനിഹി, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ നിലനിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം പോരാടി. ഫമാ റആഹുൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസനുൻ വമാ റഔഹു സയ്യൻ ഫഹുവ ഇൻദല്ലാഹി സയ്യൻ. ആ സഹാബികൾ എന്താണോ നന്മയായി കണ്ടത് അതാണ് അല്ലാഹുവിന്റെ അടുക്കൽ നന്മ, എന്താണോ തെറ്റായി കണ്ടത് അതാ അല്ലാഹുവിന്റെ അടുക്കൽ തെറ്റ്. അഥവാ ആ ഖുർആനെയും ഹദീസിനെയും സഹാബികൾ മനസ്സിലാക്കിയതാണ് യഥാർത്ഥ മാർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠനായിട്ടുള്ള സഹാബിയായിട്ടുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസറിൽ കാണാം. ഇതിൽ നിന്നും വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഉൾക്കൊള്ളേണ്ട കാര്യമാണ് സഹാബികളുടെ പാതയാണ് ഏറ്റവും ശരിയായിട്ടുള്ളതും നമുക്ക് ഏറ്റവും പിൻപറ്റാൻ യോഗ്യമായിട്ടുള്ളതും. ഇത് അറിയാത്തതുകൊണ്ടും ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് ധാരാളം ആളുകൾ ഈ ഒരു വിഷയത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലായിക്കൊണ്ട് പിഴച്ചുപോയത് കാണാം. പല തരത്തിലുള്ള വാദങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതായി കാണാം. ഇനി മറ്റൊരായത്ത് ഈ ഒരു പാത, സഹാബികളുടെ പാത, അതാണ് ഏറ്റവും ശരിയെന്നും അതാണ് തെരഞ്ഞെടുക്കേണ്ടതുമെന്ന് ഗൗരവത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു ആയത്താണ്. സൂറത്ത് നിസായിലെ 115-ാമത്തെ ആയത്ത്. സൂറത്ത് നിസായിലെ 115-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു തആല പറയാണ്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അല്ലാഹു തആല പറയാണ്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ആരാണോ നേരായ മാർഗം ഇന്നതാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ട് മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരായി നിൽക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃക കാണിച്ച് മാർഗം കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനം പറഞ്ഞ് ആ വിഷയമാണ് ശരി, അതാണ് നേർമാർഗം എന്ന് ഉൾക്കൊണ്ടിട്ടും ബോധ്യപ്പെട്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരാണോ എതിരായി നിൽക്കുന്നത് അവിടെ നിർത്തിയില്ല. എന്നിട്ട് പറഞ്ഞത് അല്ലാഹു തആല വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം ആരാണോ പിൻപറ്റുന്നത്. ഇവിടെ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണുള്ളത്? ഖുർആൻ ഇറങ്ങുമ്പോൾ മുഅ്മിനീങ്ങളായിട്ട് ആരാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. ഇതിന്റെ തഫ്സീറിൽ ഉലമാക്കൾ പറഞ്ഞു, സ്വഹാബികളുടേതല്ലാത്ത ഒരു മാർഗം പിൻപറ്റുന്നത്, തെരഞ്ഞെടുക്കുന്നത് നുവല്ലിഹി മാ തവല്ല, അവൻ ആ തിരിഞ്ഞ വഴിക്ക് തന്നെ നാം തിരിച്ചുവിടുന്നതാണ്. അല്ലാഹു പറയാണ്, എന്നിട്ട് പറയാണ് വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ, പിന്നെ നരകത്തിലിട്ട് കരിക്കുന്നതാണ്. എത്ര മോശപ്പെട്ട ഒരു സ്ഥാനത്തിലേക്കാണ് അവർ എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കി. വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ പാത പിൻപറ്റണം എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പാത, സ്വഹാബികളുടെ മാർഗം, സ്വഹാബികളുടെ സ്ഥാനം, അത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന, അവരെയാണ് പിൻപറ്റേണ്ടത് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു ഹദീസാണ്.
അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അദ്ദേഹം പറയാണ്, സ്വല്ലൈനൽ മഗ്രിബ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم قلنا. ഒരു ദിവസം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മഗ്രിബ് നിസ്കാരം നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി നിന്നുകൊണ്ട് ഞങ്ങൾ മഗ്രിബ് നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ലൗ ജലസ്നാ ഹത്താ നുസല്ലി മഅഹു അൽ ഇശാ, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇശാ നിസ്കാരം വരെ നമുക്ക് ഇവിടെ ഇരിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കാം, ഇനി വീട്ടിലൊന്നും പോകണ്ട, ഇശാ കൂടി കഴിഞ്ഞിട്ട് പോകാം, അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ജലസ്ന, അങ്ങനെ സ്വഹാബികൾ പറയാണ്, ഞങ്ങൾ ഇരുന്നു. ഫഖറജ അലൈന ഫഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിച്ചു, മാ സിൽതും ഹുന, നിങ്ങൾ എന്താ ഇവിടെ തന്നെ എങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ ഇവിടെ തന്നെ തുടർന്നിരിക്കുന്നത് എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലൈനാ മഅക്, റസൂലേ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം മഗ്രിബ് നിസ്കരിച്ചു. ثم قلنا, പിന്നെ ഞങ്ങൾ ഇങ്ങനെ സംസാരിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി, നജ്ലിസു ഹത്താ നുസല്ലി ബഅകൽ ഇശാ, നിങ്ങളുടെ ഒപ്പം തന്നെ ഇശാ നിസ്കരിക്കുന്നവരെ ഇവിടെ തന്നെ ഇരിക്കാം, പുറത്തൊന്നും പോണ്ട എന്ന് ഞങ്ങൾ അങ്ങനെ സംസാരിപ്പ് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിരുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സൻതും ഔ അസ്വബ്തും, നന്നായി, നല്ല കാര്യമാണ് ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം ثم അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, ثم رفع رأسه للسماء, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്കൊന്ന് നോക്കി. മദീനത്തെ മസ്ജിദ് അന്ന് എന്തില്ല, മേൽപ്പുരൊന്നുമില്ല, നാല് ഭാഗം മറച്ചിട്ടുണ്ട് എന്നല്ലാതെ മേലെ മറക്കാത്തതാണ് മസ്ജിദ് നബിയുടെ ആദ്യത്തെ രൂപം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് നോക്കി. വകാന കസീറൻ മാ യർഫഉ റഅസഹു ഇല السماء, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി എന്ത് ചെയ്യാറുണ്ട്, ആകാശത്തേക്ക് ഇങ്ങനെ നോക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയായിരുന്നു, ധാരാളമായി ആകാശത്തേക്ക് നോക്കും. രാവിലെ എഴുന്നേറ്റാൽ തന്നെ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയാണ് ആകാശത്തേക്ക് നോക്കി ഈ ആയത്തുകൾ, സൂറത്ത് ആലി ഇംറാനിലെ അവസാനത്തെ 10 ആയത്തുകൾ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ എന്നുള്ള ആയത്തുകൾ ഓതും. അത് രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റാലും നോക്കും, എന്നിട്ട് ഉറങ്ങിയിട്ട് വീണ്ടും എഴുന്നേറ്റാലും നോക്കും, എന്നിട്ട് ഈ ആയത്തുകൾ പാരായണം ചെയ്യും. അല്ലാത്ത സമയങ്ങളിലും ആകാശത്തേക്ക് നോക്കുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയായിരുന്നു. അങ്ങനെ ധാരാളം നോക്കാറുണ്ടായിരുന്നു. ഫഖാല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് നോക്കിയിട്ട് പറഞ്ഞു, അന്നുജൂമു അമനത്തുൻ ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശത്തിന് ഒരു സംരക്ഷണമാണ്. ആകാശം പൊട്ടിത്തകർന്നു വരാതെ ഒരു സംരക്ഷണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് 3 ഉദ്ദേശങ്ങളാണ് ഉള്ളത്. 3 ഉദ്ദേശങ്ങളാണ് നക്ഷത്രങ്ങളെ പറ്റി ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒന്ന്, ആകാശത്തിനൊരു അലങ്കാരം, തിളങ്ങുന്ന ആ രീതി നക്ഷത്രങ്ങൾ തിളങ്ങുന്ന കാണുമ്പോഴുണ്ടാകുന്ന ഒരു സൗന്ദര്യം, ഒരു അലങ്കാരമായിട്ട്. 2, ആകാശത്തിനൊരു സംരക്ഷണമായിട്ട്. 3-മത്തേത് പിശാചുക്കളെ ഓടിക്കാനുള്ള ഒരു കാര്യമായിട്ട്. ഈ 3 കാര്യത്തിനാണ് നക്ഷത്രങ്ങൾ എന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്തിന് സംരക്ഷണമാണ് നക്ഷത്രം. ഫഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഅ അംറുഹാ, ഈ നക്ഷത്രങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ ആകാശത്തിന് എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് സംഭവിക്കും. ആകാശത്തിന് എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് സംഭവിക്കും. അതായത് അവസാന കാലത്ത് ഇത് ശംസു കുവ്വിറത്ത് എന്ന സൂറത്തുകൾ, അതുപോലെ ഇത് ഇൻഷിഖാഖ്, അതുപോലെ തന്നെ ഇൻഫിത്താർ, ആ സൂറത്തുകളിലെല്ലാം നക്ഷത്രങ്ങൾ വീണുപോകുന്ന, പൊട്ടിത്തകർന്നു പോകുന്ന, ആകാശം പൊട്ടിത്തകരും അന്ത്യനാളിൽ. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅന അമനതുൻ ലി അസ്ഹാബി, ഞാൻ എന്റെ സ്വഹാബികൾക്ക് ഒരു സംരക്ഷണമാണ്, അവർക്ക് ഒരു സംരക്ഷണമായിട്ടുള്ള ആളാണ്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ പോയി കഴിഞ്ഞാൽ, അഥവാ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ സ്വഹാബികളിൽ എന്താണോ സംഭവിക്കാനുള്ളത് അത് സംഭവിക്കുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താണ് ഈ ഉമ്മത്തിന്, നമുക്ക് ഓരോരുത്തർക്കും ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ മുസീബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഹദീസ് എന്താണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല മുസീബത്തും ബാധിച്ചാൽ, നമ്മുടെ കച്ചവടം നഷ്ടപ്പെട്ടു, നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന മാതാപിതാക്കൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ മക്കൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നു, മാരകമായ രോഗം ബാധിച്ചു, അങ്ങനെ ഏതെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ നിങ്ങൾ എന്താ ആലോചിക്കുക, എന്നെ കൊണ്ട് നിങ്ങൾക്കുള്ള മുസീബത്ത് ആലോചിക്കുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, എന്നെ കൊണ്ട് നിങ്ങൾക്കുള്ള മുസീബത്ത് ആലോചിക്കുക. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുള്ള മുസീബത്ത്? എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്.
കാരണം എന്താ? നിങ്ങളത് ആലോചിച്ച് നോക്കി. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇസ്ലാമിക ലോകം മുസ്ലിമീങ്ങൾ എങ്ങനെയായിരിക്കും? എല്ലാവരും പരസ്പരം ഒന്നായി നിന്നുകൊണ്ട് ഒരാദർശത്തിൽ നിൽക്കുന്ന, ഒരേ അഭിപ്രായത്തിൽ നിൽക്കുന്ന, ഒറ്റ സമൂഹമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ലോകത്ത് അത്രയധികം ശക്തിയുള്ള കൂട്ടരാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ പല കക്ഷികളായിട്ടും പല വിഭാഗങ്ങളായിട്ടും ചിഹ്ന ഭിന്നമായതുകൊണ്ട് ദുർബലരായി നിൽക്കുന്നു എന്ന് മാത്രം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണമാണ് ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കും ബാധിക്കുന്ന ഏതൊരു മുസീബത്തിനേക്കാൾ വലുതായിട്ടുള്ളത്. കാരണം ദീനിനെ ബാധിക്കുന്നതാണ്. ദീനിൽ മടങ്ങാനുള്ള ഏറ്റവും വലിയ മർജി, ഒരു സംശയമില്ലാത്ത, ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ മടങ്ങാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? നഷ്ടപ്പെടുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ സ്വഹാബികൾക്ക് എന്താണോ വരാൻ പോകുന്നത് അത് വരുന്നതാണ്. ചരിത്രം അറിയുന്നവർക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് തുടങ്ങിയ അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നീട് അത് എത്രത്തോളം അധികരിച്ചു എന്നുള്ളത്. എന്നിട്ട് പറയാണ്, വഅസ്ഹാബി അമനതുൻ ലി ഉമ്മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ സ്വഹാബികൾ ഈ ഉമ്മത്തിന് ഒരു സംരക്ഷണമാണ്. മുസ്ലിം ഉമ്മത്തിന് ഒരു സംരക്ഷണമാണ് എന്റെ സ്വഹാബികൾ. ഫഇദാ ദഹബ അസ്ഹാബി, എന്റെ സ്വഹാബികൾ പോയി കഴിഞ്ഞാൽ അതാ ഉമ്മതി മാ യുഅദൂൻ, എന്റെ ഉമ്മത്തിന് എന്താണോ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്, എന്താണോ വിധിച്ചിട്ടുള്ളത് അത് സംഭവിക്കുന്നതാണ് എന്ന്. എത്ര വ്യക്തമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ ഈ ദീനിന്റെ കാവൽക്കാരായിട്ട്, സംരക്ഷകരായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര വ്യക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദീനിനെ സഹാബിയിലേക്ക് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ഉമ്മത്തിലെ ഏതൊരു കൂട്ടരും, ഇനി ഇത്രകാലം വന്നിട്ടുള്ളവരാവട്ടെ ഇനി വരാൻ പോകുന്നവരാവട്ടെ, അവർക്ക് ശരിയായ ദീൻ ഏതാണ് എന്ന് അറിയണമെങ്കിൽ ഒറ്റ മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഏതൊന്നിൽ നിന്നുവോ ആ സ്വഹാബികൾ നിന്ന അഭിപ്രായത്തിലേക്ക്, നബി സ്വഹാബികൾ പറഞ്ഞിട്ടുള്ള ആ മാർഗത്തിലേക്ക് മടങ്ങുക എന്നല്ലാതെ വേറൊരു വ്യത്യാസവും അതിലില്ല. വേറൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതോ വേറൊന്നും തിരയേണ്ടതോ ആയിട്ടും ഇല്ല. അത്രയും വ്യക്തമായിട്ടുള്ള കാര്യമാണത്. ഇത് സ്വഹാബികൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യമാണ്. സ്വഹാബികൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ സ്വഹാബികളുടെ ജീവിതത്തിൽ ഉണ്ടായത് കാണാം. ഒന്ന്, ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഫജ്റിന് നേരത്തെ മസ്ജിദിലേക്ക് പോയ ഒരു സമയത്ത് അവിടെ ആ മസ്ജിദിൽ കുറച്ച് ആളുകൾ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രത്യേകമായിട്ടുള്ള ദിക്ർ ഹൽക്ക നടത്തുന്നുണ്ട്. ഒരാൾ പറയും ഇത്ര തസ്ബീഹ്, ഇത്ര തഹ്മീദ്, എന്നിട്ട് അവർ കല്ലിൽ എണ്ണം പിടിച്ചിട്ട് ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു കാര്യം ചെയ്യുന്ന ഒരു ദിക്റിന്റെ ഹൽക്ക അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിത് കണ്ടപ്പോ ഇത് സ്വഹാബികളല്ലാത്ത ആളുകളെ ചെയ്യുന്നത്, പിന്നെ വന്നിട്ടുള്ള ആളുകൾ. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടു. ഒപ്പം വേറെയും സ്വഹാബികളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, ഫഉദ്ദു സയ്യിആതികും, ഒരു തഹ്മീദും തഹ്ലീലും ഒക്കെ ഇങ്ങനെ എണ്ണ, നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കോളി എന്ന് പറഞ്ഞു. നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കോളിയും പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഫഅന ളാമിനുൻ ലാ യളീഅ മിൻ ഹസനാതികും ഷൈഉൻ, എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ നന്മകളൊന്നും കിട്ടാൻ പോകുന്നില്ല, അതൊക്കെ ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന് ഞാൻ ജാമ്യം നിൽക്കുകയാണ്. എന്നിട്ട് പറയും, വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തെ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾക്ക് നാശം. വൈഹക്കും എന്നുള്ളത് എന്താ നിങ്ങളുടെ അവസ്ഥ? മാ അസ്റഅ ഹലകതുകും ഹൗലാഇ സഹാബത്തി നബിയിക്കും മുതവാഫിറൂൻ, നിങ്ങൾ എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അത് അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹു, കുറച്ച് സഹാബികളുണ്ട്. അവരൊന്നും മരിച്ചു പോയിട്ടില്ല, അവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ നശിച്ചു പോകുകയാണോ? വഹാദിഹി സിയാബുഹു ലം തബുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം ഇവിടെ എന്തായിട്ടില്ല, നുരുമ്പി പോയിട്ടില്ല. വാനിയതുഹു ലം തുക്സർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. വല്ലദി നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ഇന്നകും ലഅല മില്ലത്തി അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിനേക്കാൾ നല്ല മില്ലത്തിലാണോ അതോ വലാലത്തിന്റെ കതകുകൾ തുറക്കുകയാണോ എന്ന് ചോദിക്കേണ്ടായി.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ആളുകളോട് അവർ നന്മയാണ് എന്ന് കരുതി കാര്യം ചെയ്യുമ്പോൾ എന്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തെളിവ് പിടിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, ആ സ്വഹാബികൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നശിച്ചു പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ പ്രശസ്തമായ മറ്റൊരു വാക്ക് കാണാം, ഒരു അസർ, മൻ കാന മുതഅസ്സിയൻ ഫൽയതഅസ്സ ബിഅസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും മാതൃകയാക്കുകയാണെങ്കിൽ, പിൻപറ്റുകയാണെങ്കിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ മാതൃകയാകട്ടെ. ഫഇന്നഹും കാനൂ അബർറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബൻ, അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും പുണ്യം നിറഞ്ഞ ഖൽബുണ്ടായിരുന്നവർ. വഅഅ്മഖഹാ ഇൽമൻ, ഏറ്റവും ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നവർ. വഅഖല്ലഹാ തകല്ലുഫൻ, വക്രത ഏറ്റവും കുറവുണ്ടായിരുന്നവർ. അവർ സംസാരിച്ചാൽ അല്ലാഹുവിന് വേണ്ടിയുള്ളതായിരുന്നു, അല്ലാതെ എന്തെങ്കിലും വക്രത ഉള്ളിലുള്ളവരല്ല. വഅഖ്വമഹാ ഹദിയൻ, ഏറ്റവും നേരായ മാർഗത്തിലുണ്ടായിരുന്നവർ. വഅഹ്സനഹാ ഹാലൻ, ഏറ്റവും നല്ല സംസ്കാരവും സ്വഭാവവും അവസ്ഥകളും ഉണ്ടായിരുന്നവർ. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹ്ബത്തിന് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്തവർ. വഇഖാമത്തി ദീനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ നിലനിർത്താൻ വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തവർ. ഫഅരിഫൂ ലഹും ഫദ്ലഹും, അവരുടെ ശ്രേഷ്ഠത നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, അത് അവർക്ക് നൽകണം. വത്തബഊഹും ഫി ആഥാരിഹിം, അവരുടെ അസറുകൾ അത് നിങ്ങൾ പിൻപറ്റണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, അവർ നേരായ മാർഗത്തിലുള്ളവരായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ. അപ്പോൾ സംശയമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ മാർഗമാണ് ഏറ്റവും ശരിയായത്. മറ്റൊരു സംഭവം കൂടി കാണാം സ്വഹാബികളുടെ ചരിത്രത്തിൽ. അത് ആ ഒരു സംഭവം വിശദീകരിക്കണമെങ്കിൽ അതിനായിട്ടൊരു ദർസ് എടുക്കണം, അത് ഭാഗം മാത്രം പറയാം. അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് മുആവിയ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും തമ്മിലുണ്ടായ ചില ഇസ്ലാമിക രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഖവാരിജികൾ പുറപ്പെടുന്നത്. ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സഹാബികളുടെ കീഴിൽ കുറച്ച് ആളുകൾ, താബീങ്ങളായിട്ടുള്ള ആളുകൾ പിൻഗാമികളായിട്ടുള്ള മുസ്ലിമുകൾ, പുതു മുസ്ലിമുകളെല്ലാം ചേർന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചർച്ച ചെയ്ത് സുൽഹാക്കാൻ വേണ്ടി അവർ ഇരു കൂട്ടരിൽ നിന്നും രണ്ടാളുകളെ തീരുമാനിച്ച് മധ്യസ്ഥന്മാർ പറയുന്ന വിധി സ്വീകരിക്കാം എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഈ ആളുകളിൽ നിന്ന്, ഈ കൂട്ടരിൽ മുസ്ലിമുകളിൽ നിന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു, ഇനിൽ ഹുക്മ ഇല്ലാ ലില്ലാഹ്, വിധി കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. അപ്പോ പരസ്പരം ചർച്ച ചെയ്ത് ഒരു തീരുമാനം പറയുക എന്നുള്ളത് ശരിയല്ല, അത് തെറ്റായ രീതിയാണ്, അത് ഈ അള്ളാഹുവിന്റെ ഹുക്മ എടുക്കാനുള്ള അവകാശത്തിൽ ചെയ്യുന്ന ശിർക്കാണ്. ആ രീതിയിലൊക്കെ അഭിപ്രായം വന്നു. അതിന് പുറമെ വേറെയും കുറെ അഭിപ്രായങ്ങൾ വന്നിട്ട് ഇതിൽ ചില ആളുകൾ എന്തു ചെയ്തു? ഹറൂറ എന്നുള്ള പ്രദേശത്ത് തമ്പടിച്ചു. സഹാബികൾക്കെതിരെ യുദ്ധം ചെയ്യാനെന്ന നിലക്ക് ആ പ്രദേശത്ത് തമ്പടിച്ചു വന്നു. അങ്ങനെ അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും എന്നുള്ള അവസ്ഥ എത്തിയപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാനൊന്ന് അവരോട് സംസാരിച്ചിട്ട് വരാം, എന്താണ് അവരുടെ പ്രശ്നം എന്ന് കേൾക്കട്ടെ. അവര് ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചതാണ്. ഖുർആനിലെ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്നുള്ള ആയത്തിനെ അവർക്ക് മനസ്സിലായ ആശയത്തിൽ അവർ പറഞ്ഞാണ് എന്ത്, മധ്യസ്ഥന്മാര് വെച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. വേറെയും ഒന്ന് രണ്ട് വിഷയങ്ങൾ അവരുടെ പ്രശ്നത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ അവരുടെ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സഹാബികൾക്കെതിരായി നിൽക്കുന്നത്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്ന് ഖലീഫ ആയിട്ടുള്ള അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അങ്ങനെ അവരടുത്ത് ചെന്ന് സംസാരിക്കുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് നമ്മുടെ ഈ വിഷയമായിട്ട് പ്രസക്തമായിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞത് എന്താണെന്നറിയോ? അതൈതുകും മിൻ ഇൻദി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹാജിരീന വൽ അൻസാർ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് മുഹാജിറുകളും അൻസാറുകളുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ അടുക്കൽ നിന്നാണ്. വമിൻ ഇൻദി ഇബ്നി അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസഹ്രിഹി വഅലൈഹിം നസൽ ഖുർആൻ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനും
മകളുടെ ഭർത്താവും മരുമകനുമായിട്ടുള്ള അലി റളിയല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്. എന്നിട്ട് പറഞ്ഞു വഅലൈഹിം നസലൽ ഖുർആൻ. പ്രസക്തമായിട്ടുള്ള വാക്കാണ്. അവരുടെ മേലാണ് എന്തിറങ്ങിയത്? ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അവരുടെ മേലെ ഖുർആൻ ഇറങ്ങിയത്, നിങ്ങളുടെ മേലല്ല. ഈ ഹവാരിജികളിൽ ഒരാൾ പോലും എന്തില്ല? സഹാബി ഇല്ല, സഹാബിയായിട്ടൊരാളില്ല. പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. അപ്പോ അവരുടെ മേലാണ് ഖുർആൻ ഇറങ്ങിയത്. ഫഹും അഅലമു ബിതഅ്വീലിഹി മിൻകും. അവരാണ് നിങ്ങളെക്കാൾ അതിന്റെ വ്യാഖ്യാനം അറിയുന്നവർ. ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ടാണ് അവർ ആർക്കെതിരായിട്ടുള്ളത്? സഹാബികൾക്കെതിരായി നിൽക്കുന്നത്. അപ്പൊ അവർക്കാണ് നിങ്ങളെക്കാൾ അതിന്റെ വ്യാഖ്യാനം അറിയുന്നത്. വലൈസ ഫീകും മിൻഹും അഹദുൻ. നിങ്ങളുടെ കൂട്ടത്തിൽ സഹാബികളിൽ നിന്ന് ഒരാൾ പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാനോടുകൂടി കണ്ട് ആ ഒരു അവസ്ഥയിലുള്ള ഒരാൾ പോലും നിങ്ങളുടെ കൂട്ടത്തിലില്ല. എന്നിട്ട് പറഞ്ഞു ലഉബല്ലിഗുകും മാ യഖൂലൂൻ വഉബല്ലിഗുഹും മാ തഖൂലൂൻ. എന്നിട്ട് പറഞ്ഞു ഞാൻ അവർ പറയുന്നത് അവരുടെ വ്യാഖ്യാനം എന്താണ് നിങ്ങളെ അറിയിക്കാം, നിങ്ങൾ പറയുന്നത് അവരെയും അറിയിക്കാം. അഥവാ ഞാൻ എന്നോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയും, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്ന ഒരു സംവാദമുണ്ട്. ഇസ്ലാമിക ലോകത്തെ വലിയ സംവാദം എന്നറിയപ്പെടുന്നത്. പിന്നീട് ഒരിക്കലും ഇൻഷാ അല്ലാഹ് അവസാനം കിട്ടുകയാണെങ്കിൽ ആ സംഭവം മൊത്തമായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇവിടുത്തെ വിഷയം എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? സഹാബികളിലാണ് ഖുർആൻ ഇറങ്ങിയത്, അവർക്കാണ് അതിന്റെ വ്യാഖ്യാനം ഏറ്റവും നന്നായിട്ട് അറിയുക എന്ന് എടുത്തു പറഞ്ഞു. ഖുർആൻ തങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച ഒരു കൂട്ടരോട്. അപ്പൊ ഈ പറഞ്ഞ ആയത്തുകളും ഹദീസുകളും ഇതിനു പുറമേയും ധാരാളം ആയത്തുകളും ഹദീസുകളും അറിയിക്കുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അവരേതൊരു നിലപാടിലായിരുന്നുവോ അതാണ് ദീന്, അത് മാത്രമാണ് ദീന്, അതാണ് ഹഖ്. അതിന്റെ അപ്പുറത്തേക്ക് എത്ര ആളുകളുടെ കൂട്ടമുണ്ടെങ്കിലും, എന്തെല്ലാം ന്യായീകരണമുണ്ടെങ്കിലും, എന്തെല്ലാം വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മനസ്സിലാക്കിയ പഠിപ്പിച്ചതിനെതിരാണോ അതെന്തല്ല? അത് ദീനല്ല, അത് ഹഖല്ല. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ ഖുർആൻ അല്ലാഹു മാ ഖാല അല്ലാഹ് എന്താണോ അല്ലാഹു പറഞ്ഞത്, വമാ ഖാല റസൂലുള്ളാഹ് എന്താണോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വഖൗലു സഹാബ അല്ലെങ്കിൽ വമാ ഖാല സഹാബ അല്ലെങ്കിൽ ഫഹ്മു സഹാബ സഹാബികൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, ഈ ഒരു പാത, ഈ മൂന്ന് കാര്യങ്ങൾ അതുണ്ടോ അതാണ് ദീൻ. അത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അതിന് കീഴൊതുങ്ങാനും തയ്യാറാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകുന്നത്. ഇന്ന് ഇത്രയും കക്ഷികളായി മുസ്ലിമീങ്ങൾ പിന്തിരിഞ്ഞതുകൊണ്ട്, തിരിഞ്ഞു പോയതുകൊണ്ട് ആ ഒരു കൂട്ടരെ പ്രത്യേകം മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് പേരിട്ട് പറയുന്നത്? സലഫികൾ എന്ന പേരിൽ പറയുന്നത്. അതായത് മൻഹജ് സലഫ്, അതാണ് ഇസ്ലാം, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യപ്പെടുന്ന ദീൻ എന്നുള്ളത്. ഈ തെളിവുകൾ തന്നെ ഇതിന് ധാരാളമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും ഈ ഒരു മൻഹജുമായി ബന്ധപ്പെട്ട്, ഈ ഒരു സലഫുകളുടെ മാർഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനങ്ങൾ, സലഫി മൻഹജിന്റെ അടിസ്ഥാനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്ന് സലഫി മൻഹജിനെ പ്രത്യേകമാക്കുന്ന, വ്യതിരിക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ അറിയുകയും പഠിക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഓരോ കാര്യത്തെയും വിശദീകരിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ ഗൗരവത്തിൽ എടുക്കണം. നമ്മൾ ദീന് പഠിക്കുമ്പോൾ, ദീന് മനസ്സിലാക്കുമ്പോൾ, ഇസ്ലാമിനെ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യത്തെ, സലഫുകളുടെ മാർഗത്തെ അവരുടെ വിശ്വാസത്തിലും അവരുടെ കർമ്മത്തിലും അവരുടെ സംസ്കാരത്തിലും നമ്മൾ പിൻപറ്റാൻ തയ്യാറാവുകയും ആ ഒരു മാർഗത്തെ പിന്തുടരുകയും വേണം. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഖൽബുള്ള ആളുകളായിട്ട് നമുക്ക് എത്താൻ സാധിക്കുന്ന മാർഗം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു യഥാർത്ഥ മാർഗത്തിൽ, സലഫുകളുടെ സഹാബികളുടെ മാർഗത്തിലായിക്കൊണ്ട് ജീവിക്കാനും മരിക്കാനും അവർ പ്രവേശിക്കുന്ന ആ സ്വർഗത്തിൽ പ്രവേശിക്കാനും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.